ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അത് നമ്മളിവിടെ പഴം വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അഡാർ ഐറ്റം. പഴം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറുപഴം എടുക്കുക, റോബസ്റ്റ എടുക്കുക, നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു പഴം ഒന്ന് നല്ലപോലെ ഒലിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പഴം ഒലിച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 4 മുട്ട, ഇപ്പം നിങ്ങൾ പഴം കുറച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മുട്ട മതി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 കപ്പ് പാല്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇപ്പം ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരല്പം ഉപ്പ്. ഇനി നമുക്കിത് നല്ല സ്മൂത്താക്കിയിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു തിക്ക് ബാറ്ററാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പഴം നല്ല പോലെ അരഞ്ഞു കിട്ടണം. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ല, ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10ഓളം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയ കഷ്ണാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് നെയ്യിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ഒരു നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്തെടുത്താൽ മതി. ഒത്തിരി സമയമൊന്നും നമുക്കിത് നെയ്യിൽ റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരല്പം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നെയ്യിലൊന്ന് റെഡിയാക്കി അങ്ങ് എടുക്കാം. ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു ഫില്ലിങ്
ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. സൈഡിലേക്കൊന്നും വെക്കാതെ സെൻട്രലായിട്ട് തന്നെ നമുക്ക് എല്ലാ വശവും ഒന്ന് കവറാക്കി എടുക്കാം കേട്ടോ. മുഴുവനും ഞാൻ ഇതിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഞാനിതാ അടുത്ത ബാറ്റർ നമുക്കിതിൻ്റെ മീതൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അടിഞ്ഞ് കിട്ടാത്ത പഴങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിലിട്ട് കേട്ടോ, കുഴപ്പമില്ല, അതോടെ കിടന്നോട്ടെ. നമുക്കിത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഞാനിതാ ഇതിൻ്റെ മീതക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാക്കി കൂടെ വെച്ച് കൊടുക്കാം. ഒരു കാണാനൊരു ഒത്തിരി ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെക്കറേഷനായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റും ആവും കഴിക്കാൻ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് നമ്മളിതിൻ്റെ മീതക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഈത്തപ്പഴം മുന്തിരിയും ഒക്കെ കൂടെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പഴയൊരു ഫ്രൈ പാൻ്റെ മേലെ നമുക്ക് ഈ ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഒട്ടും ആവി പുറത്ത് പോവാത്ത രീതിയിലുള്ള മൂടിയെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് ഞാൻ മൂടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഗ്ലാസ്സിന് ഹോൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അടച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഇതൊരു 25 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഐറ്റം ഇവിടെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മൾക്കിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അതിന് മുന്നേ നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ, ഉള്ളിലൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടോന്ന്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ പഴവും മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പഴം വെച്ചിട്ടും ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു അഡാർ ഐറ്റം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കഴിക്കാനില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.